എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ നമ്മൾ ചൊല്ലാൻ പോകുന്നത് ദശകം 12 വരാഹാവതാരമാണ്. കഴിഞ്ഞ ദശകത്തിൽ ഹിരണ്യാക്ഷൻ ഭൂമിദേവിയെ വെള്ളത്തിൽ മുക്കിത്താഴ്ത്തിയതായി നമ്മൾ കണ്ടു. അങ്ങനെ ഭൂമിദേവിയെ വെള്ളത്തിൽ മുങ്ങിപ്പോയതായി കണ്ട് പ്രജാസൃഷ്ടിയിൽ വ്യാപൃതരായിരുന്ന സ്വയംഭൂവായ മനുവും മഹർഷിമാരും സത്യലോകത്തിൽ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ച് പ്രജകൾക്കുള്ള വാസസ്ഥലം കൽപ്പിച്ചരുളിയാലോ എന്ന് അപേക്ഷിച്ചു. ബ്രഹ്മദേവൻ അപ്പോൾ തന്നെ വിഷ്ണു ഭഗവാനെ ശരണം പ്രാപിച്ചു. പ്രളയജലത്തെ മുഴുവനും മുമ്പേ തന്നെ താൻ പാനം ചെയ്തിട്ടും ഭൂമി ഇപ്പോൾ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നു, എന്തു ചെയ്യുമെന്ന് ഭഗവാനോട് ഉണർത്തിച്ചു. അപ്പോൾ ബ്രഹ്മാവിൻ്റെ നാസാരന്ധ്രത്തിൽ നിന്നും പെരുവിരലിൻ്റെ വലിപ്പമുള്ള ഒരു ബാലവരാഹരൂപം ആയി, അതായത് പന്നിയുടെ രൂപമായി ഭഗവാൻ അവതരിച്ചു. ആ രൂപം ക്രമേണ വളർന്ന് ആകാശമുട്ട ഉയരം വെച്ചു. ഭഗവാന്റെ ഈ അത്ഭുത രൂപം കണ്ട് ബ്രഹ്മാവും മഹർഷിമാരും അത്യാശ്ചര്യം പൂണ്ടു. തൻ്റെ നാസാരന്ധ്രത്തിൽ നിന്ന് ചാടിപ്പുറപ്പെട്ട ഈ രൂപം ഭഗവാന്റെ മായയാണോ എന്ന് ബ്രഹ്മാവ് സംശയിച്ചു. അപ്പോൾ ആ രൂപം അതിഭയങ്കരമായി ഗർജിച്ചു. ഈ ഘോര ശബ്ദം കേട്ട് മഹർഷിമാർ ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ചു. ആ ഭീമരൂപം സമുദ്രത്തിലേക്ക് പ്രവേശിച്ച് പാതാളവാസികളെ വിറകൊള്ളിച്ചുകൊണ്ട് ഭൂമിദേവിയെ അന്വേഷിച്ചു. അങ്ങനെ ഹിരണ്യാക്ഷൻ പാതാളത്തിനടിയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഭൂമിയെ തൻ്റെ തേറ്റയുടെ അഗ്രം കൊണ്ട് ക്ഷണത്തിൽ തന്നെ പൊക്കിയെടുത്തു. ഇതാണ് ഈ ദശകത്തിൻ്റെ ഉള്ളടക്കം. നമുക്ക് തുടങ്ങാം. ദശകം 12 വരാഹാവതാരം. ഓം നമോ ഭഗവതേ വാസുദേവായ. സ്വയംഭൂവോ മനുരഥോ ജനസർഗശീലോ ദൃഷ്ട്വാ മഹീമസമയേ സലിലേ നിമഗ്ന സ്രഷ്ടാരമാപശരണം ഭവദംഘ്രിസേവാ തുഷ്ടാശയം മുനിജനൈ സഹ സത്യലോകേ കഷ്ടം പ്രജാ സൃജതി മയ്യവ നിർനിമഗ്ന സ്ഥാനം സരോജഭവ കൽപ്പയ തത്പ്രജാന ഇത്യേവമേഷ കഥിതോ മനുനാ സ്വയംഭൂർ അംബോരുഹാർഷ തവ പാദയുഗം വ്യചിന്തീത് ഹാഹാ വിഭോ ജലമഹം ന്യപിബം പുരസ്താദ് അദ്യാഭിമജ്ജതി മഹീകിമഹം കരോമി ഇത്തം ത്വദംഘ്രയുഗളം ശരണം യതോസ്യ നാസാത്പുടാ സമഭവ ശിശുകോലരൂപീ ഹാഹാ വിഭോ ജലമഹം ന്യപിബം പുരസ്താദ് അദ്യാഭിമജ്ജതി മഹീകിമഹം കരോമി ഇത്തം ത്വദംഘ്രയുഗളം ശരണം യതോസ്യ നാസാത്പുടാ സമഭവ ശിശുകോലരൂപീ നാരായണ 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 സത്യനാരായണ നാരായണ നാരായണ നിത്യനാരായണ നാരായണ നാരായണ അങ്കുഷ്ടമാത്രവപുരുൽപതിത പുരസ്താദ് ഭൂയോദകുംഭിസദൃശ സമജൃംഭദാസ്ത്വം അബ്രേ തദാവിധമുദീശ്യ ഭവന്തമുച്ചേ വിസ്മേരതാം വിതിരകാത് സഹസൂനുഭിസ്വൈ കോസൗ അചിന്ത്യ മഹിമാ കിടുരുത്ഥിതോ മേ നാസാപുടാത് കിമുപവേദജിതസ്യ മായ ഇത്തം വിചിന്തയതി ധാതരി ശൈലമാത്ര സദ്യോ ഭവൻ കില ജഗർജിത ഘോരഘോരം തം തേ നിനാദമുപകർണ്യ ജനസ്തപസ്താ സത്യസ്ഥിതാച്ച മുനയോ നുനുവുർഭവന്തം തസ്തോത്രഹർഷലമന പരിണദ്യ ഭൂയ തോയാശയം വിപുലമൂർത്തിരവാതരസ്ത്വം ഊർധ്വപ്രസാരി പരിധൂമ്രവിദൂതരോമാ പ്രോക്ഷിപ്തവാലതിരവാങ്മുഖഘോരഘോണ തൂർണപ്രതീർണ ജലദ പരിഘൂർണ ദക്ഷ്ണ സ്തോത്രോന്മുനീൻ ശിശിരയന്നവതേരിതത്വം അന്തർജലം തദനു സങ്കുലനക്രചക്രം ഭ്രാമ്യത്തിമിംഗലകുലം കലുഷോർമിമാലം ആവിശ്യ ഭീഷണരവേണരസാതലസ്താൻ ആകമ്പയൻ വസുമതീമഗവേഷയസ്ത്വം ദൃഷ്ട്വാ ദൈത്യഹതകേന രസാതലാന്തേ സംവേശിതാം ജഡിതി കൂടകിടിർവിഭോ ത്വം ആപാദുകാനവിഗണയ്യ സുരാരിഖേടാൻ ദംഷ്ട്രാങ്കുരേണ വസുതാം അദദാസലീലം അഭ്യുദ്ധരന്നദതരാം ദശനാഗ്രലഗ്ന മുസ്താങ്കുരാങ്കിതൈവാദിക പീവരാത്മാ ഉദ്ധൂതഘോരസലിലാ ജലതേറുദഞ്ജൻ ക്രീഡാവരാഹവപുരീശ്വര പാഹി രോഗാത്. ശ്രീ ഹരിയേ നമ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. അടുത്ത വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണേ.
വരാഹാവതാരത്തിൻ്റെ ഒരു കീർത്തനമാണ് അടുത്ത വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്.